who is present here today. We also have research scholars and students from various colleges who will be attending the 3-day international seminar. A warm welcome to all of you. Last but not the least, I welcome my fellow colleagues and students from both departments who have been tirelessly working for the success of this seminar. Once again, I welcome all of you to this international seminar. May you all have a good day ahead. Thank you. വിദ്യാഭ്യാസ വകുപ്പിന്റെ എക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഹോം സയൻസ് വിഭാഗം ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകരെ സെമിനാറിൽ പങ്കെടുക്കാനെത്തിയ ഡെലിഗേറ്റ്സ് ഞങ്ങളുടെ കോളേജിലെ വിദ്യാർത്ഥികളെ എല്ലാവർക്കും സ്വാഗതം. ഇപ്പം കോളേജിൽ നമുക്ക് ഇന്റർഡിസിപ്ലിനറി ആയിട്ടുള്ള ആസ്പെക്ട് കുറേ പ്രോഗ്രാംസ് നടന്നു കഴിഞ്ഞു. ഇത് നല്ലൊരു ആശയമാണ്. ഇനിയും നമുക്ക് കൂടുതൽ ഇത്തരം രീതിയിലുള്ള പരീക്ഷണങ്ങൾ നല്ലതാണ്. വീണ്ടും കൂടുതൽ ഡിപ്പാർട്ട്മെന്റ്സ് ഇങ്ങനെയുള്ള ആശയങ്ങളുമായിട്ട് മുന്നോട്ട് വരിക. വരും വർഷങ്ങളിൽ ഇതേ മാതൃകയിൽ തന്നെ കുറേ സെമിനാർസ് സംഘടിപ്പിക്കാൻ സാധിക്കണം. അതുപോലെ ഇന്നിപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു അറിവുകൾ അത് പ്രയോജനപ്പെടുത്തുക. അതുപോലെ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ഒരു സഹകരണം അതും നമുക്ക് ഇതിലൂടെ സാധ്യമാകുന്നുണ്ട്. അപ്പോൾ എല്ലാവിധ പിന്തുണയും എല്ലാ സംരംഭങ്ങൾക്കും ഉണ്ടാകുന്ന അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എനിക്ക് അറിവ് പറയാനുള്ളത് എനിക്ക് ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ കേരളത്തിനകത്ത് മലയാളം മാത്രമേ ആരെങ്കിലും മലയാളം അറിയാത്ത ആൾക്കാരുണ്ട്. കാരണം നമുക്ക് സ്വന്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഷ പറയണം. ഇംഗ്ലീഷ് ഇപ്പോൾ പഠിച്ചതൊക്കെ ഇംഗ്ലീഷ് ആണെങ്കിൽ പറയുന്നത് നമുക്ക് പറയുന്നത് 100% പറ്റുന്ന ലാംഗ്വേജ് മലയാളം ആയിരിക്കും. ഹോം സയൻസ് അതിൽ തന്നെ ഒരു ഹോംനെസ് ഉണ്ടല്ലോ. നമ്മുടെ സ്വന്തം എത്ര തിരക്ക് പിടിച്ച് നമ്മൾ ചെന്നാലും രാത്രി ഒന്ന് ഉറങ്ങുന്നത് നമ്മുടെ വീട്ടിലെ ആ കട്ടിൽ എത്ര മോശപ്പെട്ട കട്ടിലാണ്, എത്ര അന്തരീക്ഷമായാലും ആ ഒരു ഫീലിംഗ് നമ്മുടെ വീട്ടിലേക്ക് കിട്ടും. അതാണ് ഹോം എന്നുള്ള പ്രത്യേകം. ഈ ഹോം സയൻസ് പഠിക്കുന്ന ആൾക്കാരെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കുടുംബ പശ്ചാത്തലം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു ആർട്ട് അല്ലെങ്കിൽ സയൻസ് ഡെവലപ്പ് ചെയ്യും. വളരെ സിമ്പിളാണ് ഹോം സയൻസ്. പണ്ടൊക്കെ ഞാൻ മനസ്സിലാക്കിയ ഹോം സയൻസ് ഒരു പാചകം മാത്രമാണ്, അല്ല വീട്ടിൽ കുക്കിംഗ് മാത്രമാണ്, നല്ല ഭക്ഷണമാണ്, അത് മാത്രമാണ് എന്നുള്ളതാണ്. പക്ഷെ പിന്നെ പഠിച്ച് വരുന്ന സമയത്ത് മനസ്സിലാക്കിയത് ഹോം സയൻസ് ഹോം ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്. ഇത് മൂന്നും കൂടെ സംഭവിച്ചു കൊണ്ടുപോകുന്ന ഒരു ആർട്ട് അല്ലെങ്കിൽ സയൻസ്. മക്കൾ നിങ്ങളൊക്കെ വേണ്ടി പറയും ഇതെന്തോ എന്നും പുട്ട് എന്നും ദോശ. അപ്പോൾ അമ്മയ്ക്കറിയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്താ, ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. അപ്പം അതുപോലെ തന്നെ നിങ്ങളുടെ ഈ വീട്ടിലെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ടിങ്ങനെ സാധിക്കും. അപ്പം ഇവിടെ നമ്മൾ ആ ഡേറ്റ എടുക്കുന്ന ഡേറ്റ പലപ്പോഴും പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പോളിസി ഗവൺമെന്റ് തയ്യാറാക്കുമ്പോൾ ഈ ഡേറ്റ കളക്ഷനിലും ഡേറ്റ ഫോർമുലേഷനിലുമാണ് മിസ്റ്റേക്ക് സംഭവിക്കുന്നത്. ഒരാളെ കിട്ടി ഇന്റർവ്യൂ ഞാൻ വിളിച്ച് കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ ആ കുട്ടിയെ സംബന്ധിച്ച് മുഴുവൻ ഡേറ്റയുണ്ട്. എന്താ ഡേറ്റ? കുട്ടിയുടെ ഏജ്, കുട്ടിയുടെ ഹൈറ്റ്, കുട്ടിയുടെ വെയിറ്റ്, കുട്ടിയുടെ നിറം, മാരീഡ് അൺമാരീഡ്. ഞാനൊരു മാനേജറെ തിരഞ്ഞെടുക്കാൻ പോവാണ്. അപ്പോൾ എനിക്ക് ഡേറ്റ ഇതാണ്, എൻ്റെ ഡേറ്റ കയ്യിലുണ്ട്. ആ ഡേറ്റ എനിക്ക് പ്രയോജനം ഉണ്ടാകില്ല. അപ്പോൾ ഒരു ബെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം റിലവൻ്റ് ഡേറ്റ എടുക്കുള്ളൂ. ഡേറ്റ ഇസ് എവരിവെയർ. ഏത് ഡേറ്റ വേണം, അത് എങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഈ രണ്ടുപേരും കൂടെ ചേരുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ ഓർക്കുന്നൊരു ജോക്കുണ്ട്. പണ്ട് കലാഭവൻ്റെ കാലഘട്ടം, കലാഭവൻ ഇപ്പോഴും ഉണ്ടോ എന്നറിയത്തില്ല. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് കലാഭവൻ ആയിരുന്നു ഈ മിമിക്രിക്ക് മോണാക്ടിനും വരുന്ന സംഭവം. അപ്പോൾ സ്ഥിരം വരുന്നൊരു ജോക്കുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്നൊരു സംഭവം, ഒരാൾ എഴുന്നേറ്റ് പറയുകയാണ് എനിക്ക് അതിരാവിലെ 8:30 എഴുന്നേറ്റ് ഭയങ്കര തലവേദന. ആ പറയുന്ന രീതി അതാണ്. അതിരാവിലെ 8:30 മണിക്ക് ഞാൻ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര തലവേദന. അപ്പോൾ ഡോക്ടറെ കാണിക്കാൻ പോകുന്നു. അപ്പം ഡോക്ടർ ചോദിക്കും, തലവേദനയുണ്ടോ? എന്താണ് പ്രശ്നം? ഞാൻ രാവിലെ 8:30 എഴുന്നേൽക്കുമ്പോൾ തലവേദന ഉണ്ടാകുന്നത്. ഡോക്ടർ ആദ്യം പറഞ്ഞത് 8:30 എഴുന്നേൽക്കുമ്പോൾ എഴുന്നേൽക്കും.
അപ്പോൾ തലവേദന ഉണ്ടാകത്തില്ല. അപ്പോൾ അല്ല ഡോക്ടർ എനിക്ക് തലവേദനയുണ്ട്. അപ്പം ഈ ഡോക്ടർ എന്നിട്ടും ഡോക്ടർ ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ ചോദിക്കും നിങ്ങൾക്ക് എവിടെയാണ് തലവേദന? അപ്പം ഈ പാർട്ടി പറയും എനിക്ക് വലതേ ഭാഗത്താണ്. അപ്പോൾ പറയും ഓ സോറി ഞാൻ ലെഫ്റ്റ് സ്പെഷ്യലിസ്റ്റാണ്, ഞാൻ വലത് ഭാഗം നോക്കത്തില്ല. സി ഇപ്പോൾ നമ്മുടെ ലൈഫ് പോകുന്ന മുഴുവൻ അത്തരത്തിലാണ്. നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഓരോന്നിനും ഡോക്ടറാണ്. വലത്തെ തലവരലിന് ഒരു ഡോക്ടർ കാണും, ഇടത്തെ കാണും, എല്ലാം സ്പെഷ്യലൈസേഷനാണ്. അത്ര സ്പെഷ്യലൈസേഷനെ പോയി അങ്ങനെ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത് പോകുമ്പോൾ കുഴപ്പമില്ല. നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആരെ കാണാൻ പോകണം. നമ്മൾ ആരെയും ഫിസിഷ്യനെ കാണും, ഫിസിഷ്യൻ തീരുമാനിക്കും ആരെ കാണാൻ പോകണം എന്നല്ല. സ്പെഷ്യലൈസേഷൻ അവിടെ വരുവാണ്. പക്ഷേ ഇതല്ല, സെപ്പറേറ്റ് അല്ല, ഇതൊന്നും ഡിഫറെൻ്റ് അല്ല. എല്ലാത്തിനും ഒന്നിനാണ് പോകുന്നത്. റൂട്ട്സ് എല്ലാം അവിടെ തന്നെയാണ്. ഒരേ പണ്ട് എഞ്ചിനീയറിംഗിന് 3 സബ്ജക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ, സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ. പിന്നെ വന്ന് ഇപ്പോൾ എത്ര നമ്പർ എനിക്ക് അറിയത്തില്ല. അത് ഞാൻ മൾട്ടിപ്ലൈ പോവുകയാണ്. ഇതെല്ലാം ബേസ് ഒന്ന് തന്നെയാണ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സും ഈ പറയുന്ന ഹോം സയൻസും കൂടെ ഒരുമിച്ച് ചേർന്ന് പോകുന്ന ഒരുപാട് മേഖലകളുണ്ടാകും. അത് ഹോം സയൻസ് നല്ലതാണ്, സ്റ്റാറ്റിസ്റ്റിക്സ് നല്ലതാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് പ്രത്യേകിച്ച് ഇതൊന്നും കാരണം സ്റ്റാറ്റിസ്റ്റിക്സ് ഓൾവേസ് വിദ്യയാണ്, അതങ്ങനെ എപ്പോഴും കാണും. പക്ഷെ ബാക്കിയുള്ളവർ സ്റ്റാറ്റിസ്റ്റിക്സ് മിങ്കിൾ ചെയ്യുമ്പോൾ അതിന് ഈ പറഞ്ഞ ഹോം സയൻസ് കൂടുതൽ ലെവലിലേക്ക് പോകുന്നേ ഉള്ളൂ. പിന്നെ രണ്ടാമതൊരു കാര്യം വെച്ചാൽ മനുഷ്യന് പ്രത്യേകമുണ്ട്. നമ്മളെല്ലാം പഠിച്ചൊരു വാക്ക് വെച്ചാൽ ഞാൻ കുട്ടികളെ കേൾക്കുന്ന സംഭവം ഹ്യൂമൻ ബീങ്സ് ആർ ഗ്രെഗേറിയസ് മാമൽ എന്ന് പറയുന്നത്. ഗ്രെഗേറിയസ് മീൻസ് സോഷ്യബിൾ ആയിട്ട് എല്ലാവരുമായിട്ട് മിക്സ് ചെയ്ത് പോകുന്നത്. പക്ഷേ അതിന് കൗണ്ടറായിട്ട് എനിക്കുള്ളത് നമ്മളിവിടെ ഇൻക്വിസിറ്റീവാണ്. നമ്മൾ ചോദിക്കുന്ന ക്യൂരിയസ് ആയിട്ടുള്ള ഒരേ ഒരു ലോകത്തുള്ള ഒരേ ഒരു ജന്തു മനുഷ്യൻ മാത്രമാണ്. നമ്മൾ സംശയം ചോദിച്ചുകൊണ്ടേയിരിക്കും. കുട്ടികൾക്ക് സംശയമുള്ളൂ എന്തുകൊണ്ട് പട്ടി മരത്തിൽ കയറുന്നില്ല. ഗുഡ് ക്വസ്റ്റ്യൻ, നല്ല ക്വസ്റ്റ്യൻ അല്ലേ. നമ്മുടെ കുട്ടികാലത്ത് നമ്മളെ പുള്ളിക്ക് ചോദ്യമാണ്. അവിടെയാണ് നമ്മുടെ ഇത് തുടങ്ങുന്നത്. മാർക്കപ്പോളോ ആയാലും ആയിരുന്നാലും കൊളംബസ് ആയിരുന്നാലും ഇവരൊക്കെ ഡിസ്കവറിക്കാണ് പോയത്. എന്താണ് എൻ്റെ ലോകത്തിന് പുറത്ത് നടക്കുന്നത്? ഇൻക്വസ്റ്റ് അല്ലെങ്കിൽ ഇവിടെ ക്വസ്റ്റ് ഫോർ നോളേജ്. അതാണ് ഇവിടെ നമുക്ക് വേണ്ടത്. ഈ രണ്ടുപേരുടെ ചേർന്ന് ഇരുന്നുകൊണ്ട് ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ മാറി റിസർച്ചിലേക്ക് പോകണം. റിസർച്ച് ചെയ്യാന്നുള്ളതാണ് ഇതിൻ്റെ ബേസ് സംഭവം. ഇത് വെച്ചുകൊണ്ട് റിസർച്ചിലാണ് നമ്മുടെ സംഭവം. എന്തെങ്കിലും ഐസിലായാലും നമ്മുടെ ഏത് സയൻറ്റിസ്റ്റ് ആയിരുന്നാലും ഇവരെല്ലാം ഒരുപാട് ഫെയിലർ ചെയ്യുന്ന റിസർച്ചിലാണ് ഒരു സംഭവത്തിലേക്ക് എത്തുന്നത്. ഇവിടെയും നമ്മുടെ ബേസിക് സംഭവം വെച്ചാൽ റിസർച്ചിലേക്ക് പോകണം, ടു ഫൈൻഡ് ദ ട്രൂത്ത്. ഇതെന്താണ് സംഭവം? ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനാണ്. റിസർച്ച് ഈസ് എ ഫണ്ടമെന്റൽ ആക്ടിവിറ്റി ദാറ്റ് ഡ്രൈവ്സ് പ്രോഗ്രസ് ഇൻ വേരിയസ് സയന്റിഫിക് ഡിസിപ്ലിൻസ് ഫോർ അഡ്വാൻസ് ഹ്യൂമൻ നോളജ്. മനുഷ്യന്റെ നോളജ് മാറ്റാൻ വേണ്ടി ബഹുമാനപ്പെട്ട കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ശ്രീ സുബീർ കെ IAS അവരുടെ, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അനുരാഗ് ടീച്ചർ, സ്റ്റാറ്റിസ്റ്റിക്സ് ഹോം സയൻസ് ഡിപ്പാർട്ട്മെന്റ് മേധാവിമാർ, ഇതിൻ്റെ കോർഡിനേറ്റേഴ്സ്, പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥികളെ, ഒരു വലിയൊരു ലോകം തന്നെ തുറന്നു തന്ന പ്രസംഗമായിരുന്നു ശരിക്കും സാറിൻ്റേത്. What is the relationship between statistics and home science? Knowingly or unknowingly, without studying anything, we are using statistics. By taking a sample of rice, whether it is cooked or not, we will not take the whole population. We are knowingly or unknowingly, we are using statistics there. Thereby also we are making decisions whether to take umbrella. If you take umbrella, does it rain? There is also decision making in statistics. In modern concept, home science is an interdisciplinary field of study that focuses on the scientific and systematic approach to home management. Statistics, the most important science in the whole world, for upon it depends the practical application of every other science and of every art. The one science essential to all political and social administration, all education, all organization based upon experience. For it only give us the results of our experience. This is a quote by Florence Nightingale. Hence, this is an interdisciplinary seminar jointly organized by PG and Research Department of Home Science and Department of Statistics. I am very much thankful to the National Sponsoring Agency, Department of Collegiate Education, Government of Kerala. It would have been impossible to organize it without their support. I would
Also like to thank once more our general convener, coordinators, joint coordinators, organizing committee members, teachers, without non-teaching staff, without you all eminent personalities, this event was not possible. I express my heartfelt thanks to the social media and publicity wing, Arise coordinators, Sajna and team, the sponsors, hospitality partners, research students, and all those who are assembled here. It is your financial and physical support, concern, proportional strategies, and that will attribute the great success of this conference. Now the mode is used. Which will use mode? What is mode? Most people are very well. So what is which will use mode? Mainly when we have category majority religion, we say majority 80% are Hindu or 80% are Jewish, something like that. 70% are males or 70% are females, like that. So when you put that, basically you put the mode. Okay, so mode basically you put when we have a categorical being majority very false. What we say. Whereas mean, median, standard deviation, whatever will be input for the continuous method according to you. Now, how you see whether the data is compared or not? Best place make it historical. Having continuous variable is not a historical. And if you are definitely taking a particular like this, in some properties, we say that variable follows normal distribution. Okay, there are so many around 16 or 17 properties of normal distribution. One of the properties is the shape of the curve. Say bed shape curve. Okay. Now you want less than or equal to 22 or less than 22? Less than or equal to 22 or less than 22? If it is less than or equal to, you can just write 23 here. If it is those who are looking only less than 23, then it should be 22.399999. Okay. Equal to 1. This is what you need to give code, right? Those whose BMI less than 23 should be given as code of 1. Now, 23, 2. 2 means semicolon. Sorry, colon. Are you following? Yes or no? Yes. Now, 23, 2. So now this for me is 23 is included. 23, 2. So for example, 28. Equal less than or equal to 28.